അക്ഷയ, ഈ നിലവിൽ വൈദ്യുതി വാങ്ങൽ കരാർ പവർ പർച്ചേസ് എഗ്രിമെന്റ് ഉണ്ടായ സാഹചര്യത്തിൽ എങ്ങനെയാണ് 200 മെഗാവാട്ടിന്റെ കുറവ് വരുന്നത്? അത് കരാർ ലംഘനമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടാണ് ഈ ഒരു കുറവ് നമുക്ക് കാണാൻ കഴിയും അജിംഷ. അതായത് 16-ാം തീയതിയും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പവർ ബാങ്കിംഗ് വഴി വാങ്ങിയിട്ടുള്ള 200 മെഗാവാട്ടിൽ കുറവുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു 20-ാം തീയതി വാങ്ങിയതിലും കുറവുണ്ടായിരുന്നു. 26-ാം തീയതി ലഭിച്ചതിലും എല്ലാം തന്നെ കുറവുണ്ടായിരുന്നു. വടക്കേന്ത്യയിൽ ഇതുപോലൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവിടെ നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്ത് അനുഭവിക്കുന്നത് 600 മെഗാവാട്ടിന്റെ ദൗർലഭ്യമാണ് എന്നുള്ളത് കൂടിയാണ് അതിനകത്തുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്. ഈ ചൂട് കൂടുകയാണ്, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രശ്നം ആളുകൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നതും പ്രധാനമായിട്ടും രാത്രി കാലങ്ങളിലാണ് ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. രാവിലത്തെ ആവശ്യകതയ്ക്കുള്ള വൈദ്യുതി എവിടെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ രാത്രി കാലങ്ങളിലാണ് വൈദ്യുതിയുടെ ഉപയോഗം കൂടുന്നതും രാത്രി കാലങ്ങളിലാണ് ഈ ഒരു പ്രതിസന്ധി അവിടെ നിലനിൽക്കുന്നതും രൂക്ഷമാകുന്നതും. അതായത് ഇത് ചില ലോഡ് ഷെഡിംഗ് അല്ല, പകരം ലോഡ് റെസ്ട്രിക്ഷൻ എന്നുള്ള പേരിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കാര്യം എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അത്തരത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഇത് ഈ പെട്ടെന്നുണ്ടാകുന്ന ലോഡ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടായിട്ടും ഇതിനെ കാണാൻ വേണ്ടി പറ്റും, വിലയിരുത്താനും കഴിയുന്നുണ്ട്. അത്തരത്തിൽ എന്തായാലും വലിയൊരു പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നുള്ളതാണ് അജിംസ് പറയാനുള്ളത്. ശരി, നിലവിൽ തന്നെ ഒരു പവർ പർച്ചേസ് എഗ്രിമെന്റ് ഉണ്ടായിരിക്കെ തന്നെ 200 മെഗാവാട്ടിന്റെ കുറവ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിക്കുന്നു എന്നാണ് അക്ഷയ കൃഷ്ണ പറയുന്നത്. അനീസിലേക്ക് വീണ്ടും. അനീസ്, ഇത് ഗാർഹിക ഉപഭോക്താക്കളെ മാത്രമാണോ മലബാറിൽ ബാധിച്ചിട്ടുള്ളത്? തീർച്ചയായും ഇപ്പോൾ ഗാർഹിക ഉപഭോക്താക്കളെയാണ് ഇത് ശ്രദ്ധിച്ചിട്ടുള്ളത്. കാരണം ഒന്നാമത് വ്യാവസായിക മേഖലകളൊക്കെ രാത്രി കാലങ്ങളിൽ അത്ര സജീവമല്ല. പ്രധാനമായും ആളുകൾ ഈ ചൂട് കാരണം ഈ ഫാൻ ഇടുന്നതും അതുപോലെ തന്നെ AC ഓൺ ചെയ്യുന്നതും ഒക്കെ ആയതുകൊണ്ട് ഗാർഹിക ഉപഭോക്താക്കളാണ് നിലവിൽ ഇത് ശ്രദ്ധിച്ചിട്ടുള്ളത്. ഈ ഗാർഹിക ഉപഭോക്താക്കൾ ഇത് ശ്രദ്ധിക്കുമ്പോൾ പോലും എന്ത് കാരണത്താലാണ് ഇത് പോയത് എന്ന് പോലും അവർക്ക് വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ഇത് വ്യാവസായിക മേഖലകളെ ബാധിച്ചിട്ടുണ്ടോ അതല്ല ഇതൊരു കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്നൊക്കെ ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. നിലവിൽ അങ്ങനെ വ്യാവസായിക മേഖലകളിൽ നിന്നൊന്നും അത്തരത്തിലുള്ള എന്തെങ്കിലും പരാതികൾ ഉന്നയിച്ചിട്ടില്ല. പകൽ സമയങ്ങളിൽ ഇതില്ല എന്നതും അതിൻ്റെ ഒരു കാരണമായിരിക്കാം. രാത്രി കാലങ്ങളിൽ രാത്രി 10 മണി മുതലാണ് പല സ്ഥലങ്ങളിലും രാത്രി 10 മണി മുതൽ 12 മണിക്കുള്ളിലൊക്കെ ആയിട്ടാണ് വ്യാപകമായിട്ട് ഇങ്ങനെ കറണ്ട് പോയിട്ടുള്ളത്. അത് പല ജില്ലകളിലും പല സമയങ്ങളിലാണ് എന്ന് മാത്രമല്ല ഒരു ജില്ലയിൽ തന്നെ പല മേഖലകളിലും പല സമയങ്ങളിലായിട്ടാണ് എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് എങ്ങനെ അത് കൃത്യമായിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ അടുത്ത സമയങ്ങളിൽ 10 മിനിറ്റ് ഇങ്ങനെയൊക്കെ ആളുകൾ ഇത് മനസ്സിലാക്കരുത് എന്ന് കരുതി തന്നെയാണ് ഇതിങ്ങനെ ചെയ്തത് എന്ന് സംശയിക്കാവുന്ന വിധത്തിലാണ് ഇതിന്റെ നടപടികൾ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് അജിംസ്. ശരി, അനീസ് അലിയാണ് മലബാറിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അക്ഷയ കൃഷ്ണയിലേക്ക് വീണ്ടും. അക്ഷയ, ഇത് ഗാർഹിക ഉപഭോക്താക്കളെ മാത്രമേ ബാധിക്കൂ എന്ന് കൊച്ചിയിൽ നിന്ന് ഷുക്കൂർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ലോഡ് ഷെഡിംഗ് ആകുമ്പോൾ സ്വാഭാവികമായത് വ്യവസായങ്ങളെയും ബാധിക്കില്ല. ഈ രാത്രി കാലങ്ങളിലാണ് അജിംസ് ഇത് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. ആ സമയത്ത് വ്യവസായിക സംസ്ഥാനത്തെമ്പാടും ഇന്നലെ രാത്രി വലിയ തോതിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നു. പവർ കട്ടായിട്ടാണ് ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. എപ്പോൾ പോകുന്നു എന്ന് അറിയില്ല. അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ആണ്. രാത്രി പലപ്പോഴും പലയിടങ്ങളിലായി പല സമയങ്ങളിൽ നിശ്ചിത ഇടവേളകളിൽ കറണ്ട് പോകുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി പവർ കട്ടില്ലാത്ത സർക്കാർ എന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് ഇപ്പോൾ ഈ പവർ കട്ട് ജനങ്ങൾ അനുഭവിക്കുന്നത്. ഉപഭോഗം കൂടിയതിനാലാണ് ഇത് ട്രിപ്പാവുന്നതാണെന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുന്നത്. അതേസമയം തന്നെ പവർ പർച്ചേസിൽ 200 മെഗാവാട്ടിന്റെ കുറവ് കാണിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന് തിരുവനന്തപുരത്ത് അക്ഷയ കൃഷ്ണ റിപ്പോർട്ട് ചെയ്യുന്നു. 200 മെഗാവാട്ട് എങ്ങനെ കുറവ് വരുന്നു എന്നുള്ള കാര്യം മന്ത്രി വിശദീകരിച്ചിട്ടില്ല. പവർ പർച്ചേസ് എഗ്രിമെന്റ് ഉണ്ടായിരിക്കുക എങ്ങനെയാണ് 200 മെഗാവാട്ട് കുറഞ്ഞ് മാത്രം നമ്മൾ പവർ പർച്ചേസ് ചെയ്യാൻ കഴിയുക എന്നും നമുക്കറിയില്ല. അനീസ്, ഇന്നലെ രാത്രി ഈ കോഴിക്കോട് മേഖലയിലൊക്കെ വലിയ ചൂടാണല്ലോ, പ്രത്യേകിച്ച് ഹ്യൂമിഡിറ്റി കൂടുതലുള്ള സാഹചര്യത്തിൽ രാത്രി ആൾക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? തീർച്ചയായും വലിയ ചൂടാണ്. ഇപ്പോൾ നമ്മൾ ഈ സമയം ഇപ്പോൾ രാവിലെ ഇത്ര സമയമായിട്ടുള്ളൂ, 11:30 ആയിട്ടുള്ളൂ. ശരിക്ക് വലിയ ചൂടാണ് നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്തും അനുഭവപ്പെടുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിലൊക്കെ ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഉച്ച സമയത്തോടു കൂടിയാണ് മഴ പെയ്തത്. ആ സമയത്ത് ചൂട് നല്ല കുറവുണ്ടായിരുന്നെങ്കിൽ പോലും രാത്രി ആയപ്പോഴേക്ക് വലിയ ചൂട് പിന്നെയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വലിയ പ്രയാസത്തിൽ, കാരണം ഇപ്പോൾ ഈ ഫാൻ ഇല്ലാതെ ജീവിക്കുക എന്നത് ഒരിക്കലും, അതായത് AC പോലും
ഇല്ലാണ്ട് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് നാട്ടുമ്പുറങ്ങൾ വരെ മാറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സമയത്താണ് ഫാനോ മറ്റോ ഒന്നും ഉപയോഗിക്കാൻ കഴിയാതെ രൂപത്തിൽ ആളുകൾ, അതുകൊണ്ട് തന്നെ ഈ സമയത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ലോഡ് ഷെഡിംഗ് ആണ് എന്ന രീതിയിൽ പ്രഖ്യാപിച്ചുകൊണ്ടാണെങ്കിൽ ആളുകൾക്ക് അതിനുവേണ്ടി ഒരു മുന്നൊരുക്കത്തോടു കൂടി ഇരിക്കാനെങ്കിലും പറ്റും. ഇത് എപ്പോൾ കറണ്ട് പോകുമെന്നോ എപ്പോൾ വരുമെന്നോ അറിയാത്തത് കൊണ്ട് തന്നെ ആളുകൾക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ട്, എല്ലാ പ്ലാനിങ്ങുകളും തെറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് രാത്രികാലങ്ങളിൽ ഇങ്ങനെ അപ്രഖ്യാപിതമായി മുന്നറിയിപ്പില്ലാതെ കറണ്ട് പോകുന്നത് വലിയ പ്രയാസമാണ് ആളുകൾക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത് ആളുകളെ അറിയിക്കാതെ അങ്ങനെ വളരെ രഹസ്യമായിട്ട് അങ്ങോട്ട് നടത്തിക്കൊണ്ടുപോകാം. അങ്ങനെ 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഇങ്ങനെ ഒരു സമയം ഒപ്പിച്ചുകൊണ്ട് ഒരു ദിവസം 20 മിനിറ്റൊക്കെ കറണ്ട് കട്ട് ചെയ്ത് കൊണ്ടുപോകാം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഈ ആളുകളെ അറിയിക്കാതെ ചെയ്യുന്നത് വിപരീത ഫലമാണ് ഉണ്ടാക്കുക. ആരുടെ ബുദ്ധിയാണെങ്കിലും അത് വലിയ ബുദ്ധിയായി പോയി എന്നേ പറയാൻ പറ്റൂ. എന്തായാലും അത് സർക്കാരിനാണെങ്കിലും അല്ലെങ്കിൽ എവിടെ നിന്നാണ് ആ നിർദ്ദേശം വന്നതെങ്കിലും ഒക്കെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ രോഷം ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ അവിടുന്ന് റിപ്പോർട്ട് നമ്മൾ ഷെഫീഖ് നസറുള്ള റിപ്പോർട്ട് ചെയ്യുന്നത് കുമ്പളയിലും പതിയെടുക്കയിലൊക്കെ BJPയുടെയും UDFന്റെയും ജനപ്രതിനിധികൾ തന്നെ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ പോകും. ആളുകൾക്ക് ചൂട് മറ്റെല്ലാം സഹിക്കാം. മറ്റ് നേരത്തെയൊക്കെ പവർ കട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ ചൂട് വലിയൊരു ഘടകമാണ്. ആ സമയത്ത് മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ല എന്നത് വലിയ തരത്തിലുള്ള ആളുകളുടെ പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട്. ശരി, അനീസലിയും അക്ഷയുമാണ് വിവരങ്ങൾ നൽകിയത്.